എവിടെയാടേ കണ്ടില്ല ഡി എവിടെ പോയി കിടക്കണടി? ഇന്നെങ്കിലും നിന്റെ ഇഷ്ടം നീ അവളുടെ അടുത്ത് പോയി പറ. അത് തന്നെ. എത്ര ദിവസമായി അവള് ഡാൻസ് ക്ലാസ്സിൽ ഇതുപോലെ വടിയോലെ നിൽക്കുന്നത്? നാളെ നിനക്ക് പോയി നോക്കിട്ട് വരാം. അവള് പറഞ്ഞു ഇന്ന് നീ പറഞ്ഞേ പറ്റൂ. കോപ്പ നീ ഇന്നെങ്കിലും അവിടത്ത് പോയി പറടാ. ഞാൻ എന്തേ കളിയാ? അവളെന്നെ നോക്കണ്ടേ? ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഈ ജന്മം ഇതൊന്നും നടക്കൂല. നീ നോക്കണ്ട, എന്തായാലും ഞാൻ നാളെ പറയും. ഇതൊക്കെ തന്നെ നീ ഇന്നലെ പറഞ്ഞോണ്ടിരുന്നത്. അവള് പറഞ്ഞു നീ ഇന്നെങ്കിലും ചെന്ന് പറയണേ അവിടുത്തെ. നാളെ പറയാം. വെറും പാഴ്. ഇന്നെങ്കിലും നിന്റെ ഇഷ്ടം ആ പെണ്ണിന്റെ അടുത്തേ പറ. നാളെ ഞാൻ കാണൂല. അത് തന്നെ, ആണുങ്ങളെ കുറച്ച് ധൈര്യമൊക്കെ വേണം, അല്ലാതെ കപ്പപ്പടയായിട്ട് കാര്യമൊന്നുമില്ല. ഡാങ്കിലെ ഞാൻ ഇന്നും കൂടെ കാണും. നാളെ അവനെ കൂട്ടി വിളിച്ചാൽ മതി. അയ്യടാ, ഞാനത് കാണില്ല. അണ്ണൻ തനിയെ നിന്നാ മതി. എത്ര ദിവസമായി ഇവിടെ നിന്നിട്ട്? ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നല്ല പറയും. രണ്ടും ഒന്നല്ലേ? ഇവ എങ്ങനെയാളിയ 10ാം ക്ലാസ് ജയിച്ചത്? പറഞ്ഞു സുന്ദരിയാണല്ലോ. അർച്ചന, ഇവന്റെ കണ്ണില് തിമിരോ? ഞാനല്ലേ യവൻ. പറയടേ. പറയടാ. എന്റെ പേര് അഖിൽ. നമ്മൾ ഒരുമിച്ച് 2ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല, അത് പറയാൻ അവസരം കിട്ടിയില്ല, പറയാൻ സിറ്റുവേഷൻ കിട്ടിയില്ല. അതല്ല, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. വേറെ ഒരു പെണ്ണിനെ ഇതേപോലെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഒരു പോസിറ്റീവ് റിപ്ലൈ തരണം. ഈ സെയിം ഡയലോഗ് അല്ലേ ആദ്യടുത്ത് അനാമികടുത്തും പറഞ്ഞത്? ശരിയാണല്ലോ. പോയാ എടാ പേങ്ങ, ഇങ്ങനെയാണോ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്നത്? ഞാനിനി എന്ത് ചെയ്യൂടെ? ഇനി ഇങ്ങനെ ഇടന്നാൻ പറ്റില്ല. വല്ലതും പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യാൻ. അത് വേണം. പോവാ. ഒരു ഐഡിയ പറയാളിയാ. അവള് ട്യൂഷന് പോകുമ്പോ അവളെ എന്തെങ്കിലും പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യും. അതാ ചോദിച്ച എങ്ങനെ ഒന്ന് പോടേ. ഇമ്പ്രസ് ചെയ്യണം. ഇതിന് ലുക്കൊന്ന് മാറ്റ്. അല്ലെങ്കിൽ വേണ്ട, ഇത് മതി. പിന്നെ പെൺകുട്ടികൾക്ക് കൊച്ചു പിള്ളേരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോൾ കൊച്ചിച്ച് വിട്ടേര്. അത് കൊള്ളാം. നോട്ട് ദ പോയിന്റ്. എൻ്റെ സമയം ശരിയില്ല, അല്ലെങ്കിൽ ഇവിടെ എനിക്ക് എപ്പോഴേ സെറ്റാകാനാ. കണ്ടില്ല. വരട്ടെ. ഇന്നൊരു തീരുമാനം അറിയണം. റിപ്ലൈ കിട്ടില്ല. ഇങ്ങോട്ടാ, വീട്ടിലേക്കാണല്ലേ? ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ പോണ, വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ട്യൂഷൻ. ഹായ് കൊച്ചി മോനെ കുട്ട. വേണ്ടായിരുന്നു. താവെന്താക്കും അവളെന്താ പോയി. ശശിയായല്ലേ? ശശാങ്കനായി. എല്ലാം ഈ കോപ്പിന്റെ ഐഡിയ. പറഞ്ഞടാ. ഇപ്പൊ അതും എന്റെ തലയല്ല. നിന്റെ തലയിൽ. അടിപൊളി. ഈ സ്റ്റെമ്പ് അടിച്ചാ ഇരിക്കോടെ? അടിച്ചിട്ട് കേറണമില്ല. ഇതെങ്കിലും സെറ്റ് ആവണേ. ഇന്നൊരു തീരുമാനം അറിയണം. 2 ദിവസം ഞാൻ അവളെ പറയാ പട്ടിയെ പോലെ നടന്നു. ഞാൻ പോയി കറക്റ്റ്. അവളുടെ വിജയം അവൾ ആര്? ഐശ്വര്യ.
അല്ല നസ്രിയ നസ്രദി. അവള് വരണം. ആ വരട്ടെ. നോക്ക്. നട്ടുച്ചയ്ക്ക് ഹെഡ്ലൈറ്റ് അടിപൊളി. അർച്ചന, നീ ഇവിടെ വരണോ അതോ ഞാൻ അവിടെ വരണോ? ഞാൻ അവിടെ വരാം. നിന്റെ പുറകെ എത്ര നാളായി ഞാൻ നടക്കുന്നു നിന്റെ റിപ്ലൈക്ക് വേണ്ടി. നിനക്ക് ഇഷ്ടമല്ല അങ്ങ് പറഞ്ഞാൽ പോഴേ. ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഐ എം സോറി. അതിന് ഞാൻ നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ അപ്പോൾ മെസ്സഞ്ചറിൽ എൻ്റെ നമ്പർ കിടപ്പുണ്ട്. ഓ നീ ഒരു സംഭവം ഒന്നുമില്ല. കൊച്ചു കള്ളായി. എനിക്ക് സെറ്റ് ആവണേ. ആ അച്ചു പറ. നമ്മുടെ റിലേഷൻ എൻ്റെ ചേട്ടൻ അറിഞ്ഞെന്നാ തോന്നുന്നത്. നിന്നെ പറ്റി എന്നോട് ഒരുപാട് ചോദിച്ചു. നിന്നെ ചേട്ടനെ കാണണമെന്നാ പറഞ്ഞേ. ഹലോ, ചേട്ടനൊരു പ്രത്യേക ടൈപ്പാ. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇല്ല ശരി. എന്തടാ? അവളെ ചേട്ടൻ എന്നെ കാണണമെന്നു. ആരി അർച്ചനയുടെ ചേട്ടൻ ഗോകുല പറഞ്ഞില്ലേച്ച് അവളെ ചേട്ടൻ ചെറിയ പ്രശ്നമാണ്. അങ്ങേര് വെറും കലിപ്പാണ്. അങ്ങേര് വേറെ ലെവലാണ്. ഗോകുലേട്ടൻ കട്ട ടെറം. അങ്ങേരെ അറിഞ്ഞതിൽ വെച്ച് കലിപ്പനാണ്. പണി ഏർന്ന് വാങ്ങിച്ചോ. അവൾക്ക് ഇങ്ങനെ ചേട്ടുള്ള കാര്യം എനിക്കറിഞ്ഞായിരുന്നു. നിനക്ക് ആദ്യമേ അറിയാമെങ്കിൽ നിനക്ക് പറഞ്ഞൂടായിരുന്നോ? അത് ഞാനും ഇപ്പോഴല്ലേ അറിഞ്ഞ ഗോകുലുള്ള ചേട്ടനാണെന്ന്. ഞാനും. ഇപ്പൊ മണി എനിക്കല്ലേ കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യും? ഹലോ, ഞാൻ ഗോകുൽ. അയ്യോ ഗോകുൽ പറ ഏട്ടാ. അർച്ചനയുടെ ബ്രദറാണ്. എനിക്ക് നിന്നെ 4:30 ബീച്ച് റോഡിൽ വെച്ച് കാണണം. അയ്യോ ഹലോ. അയ്യോടാ കട്ടായി. എന്ത്? അങ്ങേർക്ക് ഇന്ന് വൈകിട്ട് എന്നെ കാണണമെന്ന്. വൈകിട്ടൊരു കല്യാണം ഉണ്ടെന്ന് പറ. വൈകുന്നേരം എവിടെയാടാ കല്യാണം? എന്നാ റിസപ്ഷൻ എന്ന് പറ. ഞാൻ പോവൂല. എനിക്കാരെയും പേടിയൊന്നുമില്ല. നീ പോയില്ലെങ്കിൽ അങ്ങനെ നിന്റെ വീട്ടിൽ വരും. നീ അങ്ങോട്ട് പോകണോ അത് അങ്ങേര് നിന്റെ വീട്ടിൽ വരണം? അയ്യോ അത് വേണ്ട, ഞാൻ പോവാം. പക്ഷെ നിങ്ങളും കൂടെ വരണം. അയ്യടാ ഓരോ ഇടയപ്പോഴും ചില എന്നെ വിളിച്ചാണ്ടോ. ഞാൻ വരൂല. അത് തന്നെ. അളിയാ പ്ലീസ് അളിയാ വാ. പ്ലീസ് അളിയാ വാ. ഓ ശരി ഞാൻ വരാം. എടാ രാഹുല നീയും വരണേ. ഞാൻ വരൂല. നീയും വരണം. ഞാൻ വരൂല. എടാ നീ വരും. എന്നാ വരാം. ആദ്യം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. നീ ആദ്യം അങ്ങേരത്ത് പോയി സംസാരിക്കും. പിന്നെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഞാനും പോകുമ്പോൾ കറുത്ത ഷർട്ടും വെള്ള മുണ്ടും വേണം. ഷേ അത് വേണ്ട. നമുക്ക് ഷാജി പാപ്പൻ ചുവന്ന മുണ്ടും കറുത്ത ഷർട്ട്. ഒന്ന് കളഞ്ഞിട്ട് പോടി അവൻ്റെ ഒക്കെ ഷാജി പപ്പൻ. നീയൊക്കെ എൻ്റെ ജീവിതം വെച്ചാണ്ടാ കളിക്കുന്നത്. അപ്പോൾ 4:30 ബീച്ച് റോഡിൽ പൊളിക്കളിയാ. നിന്റെ അടുത്താ പറഞ്ഞ കോളർ. അതാണ് ഗോകുല്. അങ്ങനെ കട്ട കളിപ്പിലാണല്ലോ. ശരിയാണ്. മക്കളെ കൂടെ കാണൂല. നീ ആ മാർക്കറ്റിലെ വാടാ മക്കളെ വാടാ. എന്നെ പറ്റി നേരെ പറഞ്ഞടാ. കോളർ ഇത് കൈയിടാ. അങ്ങേര് മൊത്തം ടെറലാണല്ലോ. അയ്യോ ഇല്ലടാ ഡേയ് ഇവിടെ ഞാനും പറഞ്ഞു. നീ പോടാ. അവൻ്റെ ഒരു ഗോകുല്. എന്റെ ഇതാരും ഇവിടെ കൊണ്ടുവച്ചു. ഇന്നൊരു തീരുമാനം അറിയാം. വാ. എന്തായാലും നിന്റെ മോന്റെ പ്രായമില്ലടാ. നിനക്ക് മോയില്ലേ? എന്റെ മൂക്ക് അഖിലല്ലേ? ഞാൻ ഗോകുൽ. അടുത്ത എവൻ തന്നെ. നീ അവിടെ പോയി വെള്ളക്കാരൻ വന്ന സമാധാനത്തിന്റെ വെള്ളരിപ്പ്. നീ വാ. നീ വാ. നീ ശ്രീലക്ഷ്മിയുടെ ബ്രദർ അല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? കണ്ട് എൻ്റെ റെക്കോർഡ് മേടിച്ചോടാ. വാങ്ങിച്ചു.
ഹായ്, എനിക്ക് ശ്രീലക്ഷ്മിയോട് പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നു. ഇപ്പൊ വരാവേ. ഓ വന്നില്ലോ. അത് വേറൊന്നുമല്ല. എന്താ ഹലോ. പറയണ്ടേ? ഓ അങ്ങനെ. വീട്ടിലാരില്ലേ അപ്പം? ആ, ചേട്ടാ പുറത്താ. അറിയാം, എനിക്കറിയാം. ദാവറിന് വെയിറ്റ് ചെയ്ത് ദാവറിന് എത്തി. ഞാനൊരു കാര്യം ഞാൻ പറയാൻ എത്തി, വന്നേ. ഇപ്പൊ എത്തും. അറിയാലോ. ഓക്കെ ബൈ. ആ, അതെ. ചേച്ചി വാ, ചേച്ചി പോവാൻ അല്ല. സമയം. വാ വാ. അല്ല ഇവൻ്റെ ഏത് തെണ്ടിയാണോ അവൻ? ആ കണ്ടിട്ടുണ്ട്. പിന്നെ നിന്റെ ചേച്ചിയോടെ എന്നെപ്പറ്റി ചെറുതായിട്ട് പൊക്കിയൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. കുറച്ച് 2 സബർജല്ലി അല്ല അത്രയ്ക്കില്ല, എന്നാലും പാവമാണ്, നല്ല മനസ്സാണ്, പിന്നെ നല്ല ഡാൻസ് ചെയ്യും. തോട്ടം. അല്ല അത്രയ്ക്ക് വേണ്ട, നല്ല ഡാൻസ് ചെയ്യും, പാടും, പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ആ. ഓ. പിന്നെ ഓ. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പിന്നെ ചേച്ചിക്ക് അടി ഇടിയൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അയ്യേ, ഇത് അടിയൊന്നും അല്ലടാ, അടിയല്ലേ? ചുമ്മാ മിണ്ടരുത്. നിന്നെ ഏരി മേലെ കണ്ടല്ലോ, പൊക്കോ. അപ്പൊ പിള്ളേര് ചെറുതായിട്ട് പിള്ളേര് ഭയങ്കര പിന്നെ അപ്പം എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളാം. ഉച്ചയ്ക്ക് ഉണ്ണാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് സെറ്റാക്കി. ശരി എന്നാ ശരി. ഹലോ ചേച്ചി ഒരു വലിയ സംഭവം തന്നെ ചേച്ചി, വലിയ സംഭവം. പിന്നെ ഒരു കാര്യം, പോകുമ്പോൾ കറുത്ത ഷർട്ടും ചുവന്ന മുണ്ടും, പോകുമ്പോൾ കറുത്ത ഷർട്ടും വെള്ള മുണ്ടും വേണം. കറുത്ത ഷർട്ടും വെള്ള മുണ്ടും വേണം. ശരി, നമുക്കത് വേണം. ഒരു ഷാജി പറഞ്ഞു കറുത്ത മുണ്ട്, കറുത്ത മുണ്ട്. അവൾ കുറെ 2 വർഷം പട്ടിയെ പോലെ നടന്നു. തിരിഞ്ഞു ഇത്ര അടുത്ത് വരൂലല്ലോ. എടാ